ഹായ്. അപ്പം നമ്മുടെ മുളക് ഇതാ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചായിരുന്നല്ലോ. വലിയ കുഴപ്പമൊന്നുമില്ല, നിൽക്കുകയല്ല. ഇലയുടെ അയിലൊന്നും പൂപ്പലൊന്നുമില്ല. അപ്പോൾ ഇതാ അടുത്ത ട്രിപ്പ് നമ്മൾ നടാനുള്ള മുളക് തൈകളാണിത്. നമ്മളിവിടെ കൂടുതലായിട്ട് നടുന്നത് സിറ എന്ന ഇനം മുളകാണ്. അതാകുന്നുണ്ടെങ്കിൽ വലിയ പരിചരണം ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാപിടുത്തം ഉണ്ടാകും. പിന്നെ ടേസ്റ്റുള്ള മുളകാണ്, എരിവുള്ള മുളകാണ്. അപ്പോൾ എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ശകലം പിഞ്ച് പരുവത്തിൽ പിച്ച് കഴിഞ്ഞാൽ എരിവ് കുറച്ച് നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിളഞ്ഞ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അത് മാത്രമല്ല, ഇതിനകത്ത് പിടുത്തം ഒരു വല്ലാത്ത പിടുത്തം കേട്ടോ. ഭ്രാന്ത് പിടിച്ച് കായ്ക്കുമെന്ന് പറയത്തില്ലേ, അതേപോലെ ഇത് കായ്ക്കും. അത് നമുക്ക് പിച്ചെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിറ കൂടുതൽ ഇടുന്നത്. ഇപ്പം സിറ എനിക്ക് വിൽക്കാനൊന്നും വലിയ കുഴപ്പമില്ല. സിറ നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ മുളക് അന്ന് കൃഷി ചെയ്തത്. പിന്നെ ഇത് പിച്ചെടുക്കാനുള്ള പാടുമുണ്ട്. പിന്നെ ഞാൻ ഈ മുളക് കൃഷി കുറച്ച് ഈ കൊറോണ സമയത്തായിരുന്നു ഞാൻ കൂടുതലായിട്ട് മുളക് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും മുളക് ഉണ്ടായിരുന്നു. വിറ്റ് പോകാനും വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ 1-2 തവണ ഫേസ്ബുക്കിലിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കത് വിറ്റ് പോകുന്നതിനൊന്നും പാടില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് നമുക്കൊരു വലിയ കാര്യമായിട്ട് ഇന്നത് അന്ന് ഈ മുളക് കൃഷി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിച്ച് അതേപോലെ തന്നെ ഒന്നുകൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം ആ ഒരു ഫോട്ടോ ഒക്കെ കാണുന്ന ഉടനെ വീണ്ടും അത് കാണുമ്പോൾ ഒരു വിഷമം, അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കൂടുതൽ മുളക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ പയറാണ് നമ്മൾ കൂടുതലിട്ടത്. അപ്പം ഈ പയർ ഒരു 6 വാരം പയറിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മഴ പെയ്ത് അത് മൊത്തം നശിച്ചു പോയി. അപ്പോൾ നമുക്ക് ആ ഒരു കൃഷിയിൽ വലിയൊരു നഷ്ടം തന്നെയാണെന്ന് പറയാം നമുക്കുണ്ടായത്. കാരണം പിന്നെ ആ ഒരു ബെഡ് ഒരുക്കിയതിനകത്ത് നമുക്ക് പിന്നെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് വളം നിറയ്ക്കണം. അതേപോലെ തന്നെ വീണ്ടും കൂലിച്ചെലവൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു നഷ്ടമായിരുന്നു. അപ്പം മുളകാകുമ്പം മഴയായാലും വെയിലായാലും ഒരു ഡിസംബർ മാസം വരെ നമുക്ക് വളരെ നന്നായിട്ട്, എനിക്കിവിടെ നന്നായിട്ട് മുളക് പിടിക്കും. അതൊരു മണ്ണിൻ്റെ എന്തോ ആണെന്നറിയത്തില്ല, ഇവിടെ നന്നായിട്ട് തന്നെ മുളക് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുളകും തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ കൂട്ടത്ര നിൽക്കത്തില്ല. അതൊരു നല്ല പിടുത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് നമുക്കെടുത്ത് മാറ്റേണ്ടി വരും. പക്ഷെ മുളക് അങ്ങനെയല്ല. മുളക് നമുക്കൊരു 6 മാസത്തോളം തുടർച്ചയായിട്ട് വിളവ് ലഭിക്കുകയും പിന്നെ പിച്ചെടുക്കാനുള്ളൂ. ഇപ്പോൾ കാന്താരിയുടെ അത്രയും പ്രയാസമില്ലല്ലോ നമുക്ക് ഈ മുളക് പിച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുളകാണ്. അപ്പോൾ മുളക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് നമ്മൾ മണ്ണൊരുക്കുന്നത്, നില ഒരുക്കുന്നത് മുതൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. നില ഒരുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഡോളമേറ്റ് 1 സെൻറ്റ് സ്ഥലത്ത് 2 കിലോ അളവിൽ നമ്മൾ ഡോളമേറ്റ് ചേറിയിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് വാരം പിടിച്ച് അതിനകത്ത് വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ വാരം എടുത്തു കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മൾ മുളക് തൈ നടുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ കുരുടിപ്പ് തോന്നുമ്പോൾ ഞാൻ കാണിച്ചതുപോലെ കഞ്ഞിവെള്ളം, ഗോമൂത്രം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും വേണമെന്നുണ്ടെങ്കിൽ. മുരടിപ്പ് കാണുന്നതിന് മുമ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം വീണ്ടും മുരടിപ്പ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഡോളമെറ്റ് കിട്ടുമല്ലോ, ഡോളമെറ്റ് വാങ്ങിച്ചിട്ട് ചേറി കൊടുക്കുക. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 മാസത്തോളം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ മുളക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അടിവളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മളിനി മേൽവളം എന്താണ്? സാധാരണ മേൽവളം പല രീതിയിലുള്ള വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഇപ്പം നമ്മൾ ഇവിടെ ഇതിന് ട്രിപ്പ് ഇറിഗേഷൻ ആണല്ലോ. അപ്പോൾ ട്രിപ്പ് ഇറിഗേഷൻ വരുന്ന കിണറ്റിൽ നിന്നാണ്, വലിയൊരു കിണറാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ സിലോപ്പിയ, കരട്ടി അങ്ങനെ കുറച്ച് മീനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മീനിൻ്റെ വെള്ളമാണ് ഇതിന് മെയിനായിട്ട് വളമായിട്ട് പോകുന്നത്. അല്ല പ്രത്യേകിച്ച് യാതൊരു വളവും ചെയ്യുന്നില്ല. കാരണം അത് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ചെയ്യാത്തത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പും പിണ്ണാക്കും, എല്ലുപൊടിയും പിന്നെ ചാണകം എല്ലാം കൂടെ നേർപ്പിച്ച് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഓണത്തിനേക്കുള്ള മുളക് കൃഷി, ഓണത്തിലേക്കല്ല ഈ വർഷത്തേക്കുള്ള മുളക് കൃഷി ചെയ്യാൻ പോവുകയാണ്.